അപ്പോൾ ഓൺ ടൈമിൽ മഡ്ഗാവിൽ എത്തേണ്ടത് നമ്മുടെ ട്രെയിനാണ് കേട്ടോ. ശരിക്കും ഈ നിർത്തിയിട്ടിരിക്കുന്ന സമയം കൊണ്ട് സുഖമായിട്ട് എത്താമായിരുന്നു. കാരണം ഇതിനടുത്ത സ്റ്റോപ്പ് മഡ്ഗാവനാണ്. ഇപ്പോൾ രാജധാനിയുടെ അടുത്ത സ്റ്റോപ്പ് മഡ്ഗാവനാണ്. ഇപ്പോഴും നമ്മൾ 50 വർഷം പിന്നോട്ടാണ് കേട്ടോ ഇത്തരം കാര്യങ്ങൾ. ഇതൊക്കെ ഇനി എന്നും മാറുമെന്ന്. यात्रियों को रेलवे नियम के अनुसार जुर्माना किया जाएगा। ഇവിടെ മാത്രമല്ല ഈ ലൈവ് ചായ കിട്ടുന്നത് ഇവിടെ മാത്രമല്ലേ ഉള്ളൂ. ട്രെയിനിൽ വന്ന ഒരു പാസഞ്ചർ അവിടെ പുറത്തിരുന്ന് ഇങ്ങനെ കുത്തിയിരുന്ന് നിരാശനായിട്ട് ഇരിക്കുവാണ്. നമ്മളോട് ചെയ്യുന്ന വലിയ ക്രൂരത. എത്ര നേരമായി നമ്മൾ വന്ന് കിടക്കുന്നൂടെ ഈ സമയം കൊണ്ട് നമുക്ക് മൺതോണിലെത്തായിരുന്നില്ലേ? Kerala to Gujarat Part 2. TT just arrived and verified the ticket. ഇപ്പോൾ നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് ഓവർടേക്ക് പോകാനായിട്ട് പിടിച്ചിട്ടേക്കാണ്. അപ്പോൾ ഏകദേശം 10-15 മിനിറ്റോളമായി. ശരിക്കും നമ്മുടെ ഈ ഒരു വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ടൈം എന്ന് പറയുന്നത് 4 മണിക്ക് ശേഷം നമ്മൾ ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് പോകുന്ന ഒരുപാട് ട്രെയിനുകൾ ഈ ഒരു ട്രെയിനിന് വേണ്ടിയിട്ട് പിടിച്ചിടാറുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു ട്രെയിൻ എറണാകുളം എത്തുന്ന സമയമാകുമ്പോഴത്തേക്കും ഏകദേശം അരമണിക്കൂറോളം ലേറ്റായിട്ടായിരിക്കും എത്തിച്ചേരുക. പിന്നീട് അത് അവർ റണ്ണിങ്ങിൽ കവർ ചെയ്യുമായിരിക്കും. പക്ഷേ ഇതൊരു ടൈമിങ്ങിൽ ഇച്ചിരി പ്രോപ്പർ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ് അത്. അപ്പോൾ ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു ഓൾട്ടർനേറ്റീവ് കണ്ടെത്തേണ്ടതാണ്. കാരണം വെറുതെ ട്രെയിനുകൾ ഇങ്ങനെ അനാവശ്യമായിട്ട് പല സ്റ്റോപ്പുകളിലും പിടിച്ചിടുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ്. നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ്സിലും കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് കായംകുളമാണ്. ഇപ്പോൾ ഞാനിപ്പോൾ യാത്ര ചെയ്യുന്ന ട്രെയിനിനും അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കായംകുളം ജംഗ്ഷനാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും അരമണിക്കൂറോളം ഒന്നും ഇങ്ങനെ പിടിച്ചിങ്ങനെ ലേറ്റ് ആക്കേണ്ട കാര്യമില്ലായിരുന്നു. ഈ ഒരു കൊല്ലത്തുനിന്ന് ഈ ഒരു ട്രെയിൻ എടുത്തിട്ടാണ് വന്ദേ ഭാരത് കൊല്ലത്തേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ അതിനു മുമ്പ് ഈ ഒരു ട്രെയിൻ അത്യാവശ്യം സ്പീഡിൽ ഓടിച്ചിരുന്നെങ്കിൽ നമുക്ക് കായംകുളത്ത് ഓൺ ടൈമിൽ എത്തുമായിരുന്നു. അവിടെ എത്തിയതിന് ശേഷം അവിടെ നിന്ന് നമുക്ക് നമ്മുടെ വന്ദേ ഭാരത് ആലപ്പുഴ വഴിയാണ് പോകുന്നത്. അപ്പോൾ അതങ്ങ് ആലപ്പുഴയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് അങ്ങ് പോകും. നമ്മുടെ ട്രെയിൻ കോട്ടയം വഴിയാണ് പോകുന്നത്. കോട്ടയത്തേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകുമായിരുന്നു. അപ്പോൾ ശരിക്കും കുറേ ടൈം ഇങ്ങനെ സേവ് ചെയ്തായിരുന്നു കേട്ടോ. ഇപ്പോഴും നമ്മുടെ ട്രെയിൻ എടുത്തിട്ടില്ല. വന്ദേ ഭാരത് വന്ന് ക്രോസ് ചെയ്ത് പോയി. ഇപ്പോഴും നമ്മൾ ട്രെയിൻ എടുത്തിട്ടില്ല. എഞ്ചിൻ ഹോൺ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ട്രെയിൻ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും സമയം വെറുതെ പിടിച്ചിട്ടതാണ് കേട്ടോ. ഒരു കാര്യമില്ലാതെ പിടിച്ചിട്ടതാണ്. ഈ ഒരു ചെറിയൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. അവർക്ക് തീർച്ചയായിട്ടും മറ്റു ട്രെയിനുകളെ ബുദ്ധിമുട്ടിക്കാതെ മറ്റു ട്രെയിനുകളുടെ സമയത്ത് ബാധിക്കാതെ തന്നെ ഈ വന്ദേ ഭാരത് അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ അതിനുള്ള ശ്രദ്ധ കൊടുക്കത്തില്ല. എന്തെങ്കിലും ഒരു കാരണങ്ങൾ കണ്ടെത്തിയിട്ട് ഇതിങ്ങനെ ഡിലേ ആക്കിക്കൊണ്ടിരിക്കും. എങ്കിലല്ലേ വന്ദേ ഭാരത് കുറഞ്ഞ സമയം കൊണ്ട് എത്തുന്നതൊക്കെ പറഞ്ഞ് കാണിക്കാൻ പറ്റുമോ? അതിന് വേണ്ടിയിട്ടായിരിക്കും. There are still people crossing the railway tracks without thinking about the safety even after so many reported accidents recently. There are still people working here at the railway tracks without following any safety protocols. Recently, there is an accident reported, but still the authority not taking any precautions to avoid any more unfortunate events in the future. रेलवे नियम के अनुसार जुर्माना किया जाएगा। Do not enter the platform with the black ticket. ഇവിടെ മാത്രമല്ല ഈ ലൈവ് ചായ കിട്ടുന്നത് ഇവിടെ മാത്രമല്ലേ ഉള്ളൂ. വേറെ സ്റ്റേഷനിലുണ്ടോ? വേറെ സ്റ്റേഷനിലുണ്ട്. അവിടെ ഇതേപോലെ ലൈവ് ചായ കിട്ടും.
ട്രെയിൻ ഇപ്പോൾ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഒരുപാട് യാത്രക്കാർ ഇവിടെ നിന്ന് ഈ ഒരു ട്രെയിനിൽ കയറാനുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ കോട്ടയം വഴി ഓടുന്ന മിക്കവാറും ട്രെയിനുകൾക്കെല്ലാം സ്റ്റോപ്പ് ഈ എറണാകുളം ടൗൺ തന്നെയാണ്. കുറേ ആളുകൾ മുമ്പിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്ന് കരുതി അവിടെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ പെട്ടെന്ന് ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഇല്ല എന്ന് മനസ്സിലാക്കി തിരികെ ഓടുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ട്രെയിനുകൾ, പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയിലേക്ക് ഓടുന്ന ദീർഘദൂര ട്രെയിനുകളിൽ AC കോച്ചിനോട് ചേർന്ന് ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഉണ്ടാകാറില്ല. അത് എപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം പ്ലാറ്റ്ഫോമിലേക്ക് കയറുവാനായിട്ട്. ഇപ്പോൾ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ ഈ ഒരു ട്രെയിനിനകത്തേക്ക് നമ്മുടെ കോച്ചിലേക്ക് ഒരു സ്ത്രീ ഭിക്ഷാടനത്തായി കടന്നു വരുന്നുണ്ട്. കയ്യിൽ കുറേ പേപ്പറുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ പല രീതിയിലുള്ള ഭിക്ഷാടനം നമ്മൾ കാണാറുണ്ട്. കൈക്കുഞ്ഞുങ്ങളായിട്ടൊക്കെ ഭിക്ഷാടനം വരാറുണ്ട്. ഇവരൊരു മാഫിയാണ്, ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ക്യാമറ കണ്ട ഉടനെ അവർ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ഭാഗത്തു നിന്ന് ഓടി മാറുകയാണ് ഉണ്ടായത്. തൊട്ട് പുറകെ ഒരു കൊച്ചു കുട്ടി നടന്നു വരുന്നുണ്ട്, ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ആ ഒരു കുട്ടിയുടെ മുഖത്ത് ചെറിയൊരു ടെൻഷനും കണ്ടിട്ടുണ്ടായിരുന്നു. സോ ദയവ് ചെയ്ത് ഇത്തരം ആളുകളെ ഒരു കാരണവശാലും കാശ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യരുത്. ഏതെങ്കിലും വശാൽ ഇത്തരത്തിൽ ആളുകളെ കാണാൻ സാഹചര്യം ഉണ്ടായാൽ ഉടനെ തന്നെ RPF വിവരം അറിയിക്കേണ്ടതാണ്. കുറച്ചു നേരം ഞാൻ അവരെ തിരക്കി മുമ്പോട്ട് പോയെങ്കിലും പിന്നീട് അവരെ കാണാണ്ടായി. അവരെങ്ങോട്ടാണ് പോയതെന്നോ എവിടെയാണ് ഇറങ്ങിയെന്നോ ഒരു ഐഡിയയുമില്ല. ഒരു കാലത്ത് കേരളം വിട്ടാൽ മാത്രം കാണുന്ന കാഴ്ചകളായിരുന്നു. ഇപ്പോൾ കേരളത്തിലും തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് സ്ത്രീകൾ കൈക്കുഞ്ഞുമായിട്ടും അല്ലാതെയും ഒക്കെ ഭിക്ഷാടനം നടത്തുന്നുണ്ട്. സോ യാതൊരു രീതിയിലും ഇത്തരക്കാരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്ന് മാത്രം എനിക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ചെറിയൊരു ഉറക്കത്തിന് ശേഷം എഴുന്നേറ്റപ്പോൾ കണ്ടത് നമ്മുടെ കർണാടക ഗോവ ബോർഡറായിട്ടുള്ള കാർവാർ റെയിൽവേ സ്റ്റേഷൻ എത്തിയതാണ്. ശരിക്കും ഇന്നലെ രാത്രി നല്ല രീതിയിൽ ഉറങ്ങാനായിട്ട് സാധിച്ചില്ല. പ്രധാനമായും ആ ഒരു പെൺകുട്ടിയുടെ മുഖം മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ലായിരുന്നു. ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. ആരുടെ കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ എന്തിനാണ് ഇവരൊക്കെ ഈ ഒരു ട്രെയിനിൽ ഇങ്ങനെ കയറി ഭിക്ഷാടനം നടത്തുന്നത്, അങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇന്ത്യൻ റെയിൽവേ എത്രയൊക്കെ തന്നെ വികസനം നടന്നുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇത്തരം കാര്യങ്ങൾക്ക് ഇപ്പോഴും യാതൊരു നിയന്ത്രണവുമില്ല. ബന്ധപ്പെട്ട അധികാരികളോ ഉദ്യോഗസ്ഥരോ വേണ്ട രീതിയിൽ അവരുടെ പണിയെടുക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരക്കാരെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ചെന്നൈ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിർമ്മിച്ച ഈ ഒരു ട്രെയിൻ വെസ്റ്റേൺ റെയിൽവേയുടെ കീഴിൽ 2020 ഫെബ്രുവരി മാസത്തിലാണ് ഓടി തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു കോച്ചിൻ്റെ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇതുപോലെ ചെറിയൊരു നെയിം പ്ലേറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. നമ്മുടെ മലയാളികൾക്ക് ഒരുപാട് രസകരമായി തോന്നുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്, ഗോവയിലെ കണാകൊണ റെയിൽവേ സ്റ്റേഷൻ. ശരിക്കും ഈ ഒരു പേര് ആദ്യമൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇത് ശരിക്കും ഒരു മലയാളിയാണോ ഈ ഒരു സ്റ്റേഷന് പേരിട്ടത് എന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. കൊങ്കൺ റെയിൽവേയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ശരിക്കും സിംഗിൾ ട്രാക്കുകളായതുകൊണ്ട് ഒരുപാട് ക്രോസിങ്ങുകൾ കാണേണ്ടി വരും. പ്രത്യേകിച്ച് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ അല്പം ലേറ്റായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് കൂടുതൽ ലേറ്റാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ക്രോസിങ്ങുകളിലൂടെ നിൽക്കുന്ന സമയത്ത് അത്യാവശ്യം മനോഹരമായ സീനറികളുള്ള ഒരുപാട് റെയിൽവേ സ്റ്റേഷനുകൾ നമുക്ക് കാണുവാനും ആസ്വദിക്കുവാനും സാധിക്കും. പ്രത്യേകിച്ച് മൺസൂൺ കാലത്ത് ഇതുവഴി യാത്ര ചെയ്യുന്നത് ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. ഈ കാണുന്ന വ്യക്തി സഞ്ചിയിൽ നമ്മളെ പാൻ മസാല, ഗുഡ്ക, കഞ്ചാവ്, സിഗരറ്റ് എല്ലാം കൊണ്ടു നടന്ന് വളരെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതും ഇന്ത്യൻ റെയിൽവേയുടെ മറ്റൊരു വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. യാതൊരുവിധ പേടിയോ കൂസലോ കൂടാതെ ഇവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ അധികാരികളുടെ സപ്പോർട്ടോട് തന്നെയാണ്. അല്ലെങ്കിൽ ഇവർക്ക് ഈ ധൈര്യം എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇത്രയും ഓപ്പണായിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ ഓൺ ടൈമിൽ മഡ്ഗാവിൽ എത്തേണ്ടത് നമ്മുടെ ട്രെയിനാണ് കേട്ടോ. ശരിക്കും ഈ നിർത്തിയിട്ടിരിക്കുന്ന സമയം കൊണ്ട് സുഖമായിട്ട് എത്താമായിരുന്നു. കാരണം ഇതിനടുത്ത സ്റ്റോപ്പ് മഡ്ഗാവനാണ്. ഇപ്പോൾ രാജധാനിയുടെ അടുത്ത സ്റ്റോപ്പ് മഡ്ഗാവനാണ്. അപ്പോൾ ഈ ഒരു 20 മിനിറ്റ് കൊണ്ട് സുഖമായിട്ട് ഇത് ഓടി കവർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോഴും നമ്മൾ 50 വർഷം പിന്നോട്ടാണ് കേട്ടോ ഇത്തരം കാര്യങ്ങൾ. ഇതൊക്കെ ഇനി എന്ന് മാറുമെന്തോ. പുതിയ ട്രെയിനുകൾ, പുതിയ കോച്ചുകൾ, പുതിയ ടെക്നോളജി ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഈ പറയുന്ന ടൈമിൽ ഓടിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൃത്യമായിട്ട് പ്ലാനിങ് എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ലാക്ക് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് ഇനി എപ്പോൾ മാറും അല്ലെങ്കിൽ ആരും മാറ്റും എന്നുള്ളത് അറിയില്ല. 2 മണിക്കാണ് 19 വണ്ടി. ഇനി 10 കിലോമീറ്റർ 12 കിലോമീറ്റർ അങ്ങോട്ട് 10-13 കിലോമീറ്റർ മറ്റേ രാജധാനിയിൽ കയറ്റിവിടാൻ വേണ്ടി പിടിച്ചിട്ടിരിക്കവിടെ. നിരാശ പ്രകടിപ്പിക്കുമോ? അങ്ങനെ നമ്മുടെ ട്രെയിന് ഈ അനിശ്ചിതമായിട്ട് ഇങ്ങനെ ലേറ്റ് ആയതുകൊണ്ട് നമ്മുടെ ട്രെയിനിൽ വന്ന ഒരു പാസഞ്ചർ ഇതാണ് പുറത്തിരുന്ന് ഇങ്ങനെ കുത്തിയിരുന്ന് നിരാശനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ശരിക്കും ഇങ്ങനെയൊക്കെ നമുക്ക് പ്രതിഷേധിക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു ട്രെയിന് കൃത്യസമയം പാലിക്കാത്തതിന് ഇങ്ങനെയൊക്കെ ആളുകൾ പ്രതികരിച്ചാൽ മാത്രമേ ഇന്ത്യൻ റെയിൽവേയുടെ കണ്ണ് ഇനിയും തുറക്കുകയുള്ളൂ എന്നാണ് തോന്നുന്നത്. വേറെ വഴിയില്ലാതെ ആളുകളെല്ലാം പെട്ട് നിൽക്കുവാണ്. എത്ര നേരത്തെ വന്ന് നിന്നാണെന്നറിയാതെ.
നമ്മളോട് ചെയ്യുന്ന വലിയ ക്രൂരത. എത്ര നേരമായി നമ്മൾ വന്ന് കിടക്കുന്നൂടെ, ഈ സമയം കൊണ്ട് നമുക്ക് മൺകോണിലെത്തായിരുന്നില്ലേ? ഈ രാജധാനിക്ക് വേണ്ടി പിടിച്ചേണ്ട ആവശ്യമുണ്ട്. എല്ലാവരും പൈസ കൊടുത്തിട്ട് യാത്ര ചെയ്യുന്ന അത് കുറച്ചും കൂടി കാശ് കൂടുതലുണ്ട്, ഇതിന് കാശ് കുറവുണ്ട്. പക്ഷേ എത്തുന്നത് സ്ഥലങ്ങളൊക്കെ സെയിം അല്ലേ? ഈ അരമണിക്കൂർ പിടിച്ചേണ്ട ആവശ്യമുണ്ട് അതിന്. ഇപ്പോൾ ഇത്രയും ആൾക്കാർ ഇത് എപ്പോൾ പോയിട്ട് ഫ്രഷ് ആവണം, യാത്ര ചെയ്യേണ്ട ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ട് അവർ മനസ്സിലാക്കുന്നില്ല. എന്ത് പരിപാടിയാണെന്ന് നോക്കി നമ്മുടെ രാജധാനി ട്രെയിനിന് വേണ്ടിയിട്ട് ഏകദേശം അരമണിക്കൂറോളായി ഇവിടെ പിടിച്ചിട്ടേക്കുവാണ്. ഈ സമയം കൊണ്ട് മഡ്ഗാവിൽ നമുക്ക് സുഖമായിട്ട് എത്താമായിരുന്നു. പക്ഷേ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു പരിപാടി അങ്ങനെയാണല്ലോ, നമുക്ക് ഓൺ ടൈമിൽ എത്തിക്കും എന്നുള്ള ഒരു പ്രതീതി തരും, എന്നിട്ട് പതുക്കെ എവിടെയെങ്കിലും വെച്ചിട്ട് നൈസായിട്ട് പണിയും തരും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം രാജധാനിക്കും അടുത്ത സ്റ്റോപ്പ് മഡ്ഗാവനാണ്, നമ്മുടെ ട്രെയിനിനും അടുത്ത സ്റ്റോപ്പ് മഡ്ഗാവനാണ്. അപ്പോൾ സുഖമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു. സോ ഫൈനലി നമ്മുടെ രാജധാനി ട്രെയിൻ നമ്മുടെ ക്രോസ് ചെയ്ത് പോയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ട് ആവുമെന്നാണ് വിചാരിക്കുന്നത്. ശരിക്കും 10:50 കേട്ടോ ഈ ഒരു ട്രെയിൻ നമ്മുടെ മഡ്ഗാവിൽ എത്തിച്ചേരേണ്ടത്. അപ്പോൾ ബിഫോർ ടൈമിൽ എത്തിക്കും എന്നുള്ള ഒരു പ്രതീതി ആയിരുന്നു കുറച്ച് നേരം മുമ്പ് വരെ. പക്ഷേ പിന്നീട് അതങ്ങ് മാറി. ഏകദേശം അരമണിക്കൂറോളം ഇവിടെ പിടിച്ചിട്ട് വീണ്ടും ലേറ്റ് ആക്കിയിട്ടുണ്ട്. ശരിക്കും ഈ ഒരു കാര്യത്തിൽ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു നടപടി ഇന്ത്യയിൽ സ്വീകരിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ സമയം മാറ്റുക. ഇങ്ങനെയാണ് പോകുന്നുണ്ടെങ്കിൽ വെറുതെ എന്തിനാണ് ഈ ടൈം മാറ്റിയിട്ട് ആളുകളെ പറ്റിക്കുന്നത്? അപ്പോൾ ആ സമയം ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ആ ഒരു എക്സ്പെക്ടേഷൻ ഒന്ന് മാറി കിട്ടുമല്ലോ. അപ്പോൾ മൊത്തത്തിൽ ഈ ട്രെയിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും യാത്ര വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ സ്ലീപ്പർ ക്ലാസ്സിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് നോർത്തിലേക്ക് യാത്ര ചെയ്യുന്നതിന് പ്രശ്നമില്ല കേട്ടോ, അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. പിന്നെ ക്ലീനിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു, ഞാൻ ഇന്നലെ രാത്രി ഒരു കംപ്ലയിൻറ്റ് ചെയ്യേണ്ടി വന്നു ക്ലീനിങ്ങിനായിട്ട്. പക്ഷേ അതിനുശേഷം അവർ കൃത്യമായിട്ട് ക്ലീനിങ് മറ്റു കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് കുറച്ച് ലേറ്റ് ആകുന്നത് അവർ റണ്ണിങ്ങിൽ അത് കവർ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇടയ്ക്ക് വീണ്ടും അവർ ലേറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മുടെ കേരളത്തിൽ നിന്നും അഹമ്മദാബാദ് ഗുജറാത്തിലേക്ക് പോകാൻ പറ്റിയ ട്രെയിനുകളിൽ ഏറ്റവും ബെസ്റ്റ് ട്രെയിൻ തന്നെയാണ് ഈ ഒരു ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വരുന്ന കാഴ്ചകളെല്ലാം തന്നെ എൻ്റെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.